ഇത് വെറും ഒരു ഡമയാണ്. സാറേ നമ്മൾ ഇതിന്റെ ക്യാരക്ടറുകളെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തു. ഇത് അമ്മ. ഓക്കെ. ഇത് മോള്. ഇതെന്താ മോളിത്രയും ചെറുത്? ചെറുതായതുകൊണ്ടല്ല കയ്യില് തന്നത്. മോള് കുറച്ചുകൂടെ വലുതെടുക്ക്. ഇത് മോള്. ഫ്രെയിം കറക്റ്റ് ടൈറ്റ് ഫ്രെയിമാണ്. ഇത് അച്ഛൻ. അത് വരെ അടിക്കേ. ഈ അച്ഛന്റെ സ്ഥാനത്ത് തന്നെ കിഴങ്ങ് കൊണ്ട് വെച്ചേക്കണേ. സാറേ വയലൻസ് സിനിമയിലെല്ലാം അച്ഛന്മാര് കിഴങ്ങന്മാരായിരിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ മോള് അമ്മ, അപ്പൊ ആങ്ങളെ ചെറുക്കനില്ലേ? മകനെ നമ്മൾ നേരത്തെ ചുറ്റിയോട് തലക്കടിച്ച് കൊന്നില്ലേ? എപ്പ? സാറ് കഥ ശ്രദ്ധിക്കണ്ട. സാറിന് വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്. നടക്കട്ടെ. അപ്പൊ സീൻ പറ. സാറേ ഈ വീട്ടിൽ അച്ഛനും മോളും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് കുറെ വില്ലന്മാർ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. കട്ട് ലോജിക്കില്ല, കഥയ്ക്ക് ലോജിക്കില്ല. ചാവാൻ പോണവർക്ക് എന്തിനാ സാറേ ലോജിക്ക്? കണ്ടിന്യൂറ്റി. സാറേ ഒരു ആക്ഷൻ പറഞ്ഞേ, ഈ സീൻ നമ്മൾ കാണിച്ചു തരാം. ആക്ഷൻ പറയുന്നു. വില്ലൻ കത്തിയെടുക്കുന്നു. അമ്മയെ പരിചയപ്പെടാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു. ഓക്കെ. എന്താ കിഴങ്ങെടുത്ത് കളഞ്ഞ് വില്ലനെ കണ്ടതും അച്ഛനോടി. ഓടിയാ? പോട്ടെ. അമ്മയെ കയറിട്ട് കാണുന്നു. ചെന്ന് ഷെയ്ക്കിന്റെ ചോദിക്കുന്നു, ഹലോ മാഡം. അമ്മ കൈ നീട്ടുന്നു, കൈവെട്ടി കളയുന്നു, തിരിച്ചെറിയുന്നു. ഉടനെ അമ്മ പൊട്ടിക്കരയുന്നു. പൊട്ടിക്കരയുന്ന അമ്മയുടെ ഈ വെട്ട് കത്തിക്കൊണ്ട് വില്ലൻ തലവെട്ടി പൊളിക്കുന്നു. കൈകൊണ്ട് അമ്മയുടെ തല പൊളിച്ച് തലച്ചോറെടുക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അമ്മയെ വെട്ടിക്കൊല്ലുന്നത് കണ്ട് മകൾ പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിക്കരയുന്നു. അപ്പോ ഒരു ആവശ്യമില്ലാതെ വില്ലൻ ഓടിച്ചെന്ന് മകളുടെ കാല് വാരി തറയിലടിക്കുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കഴുത്ത് അറുത്ത് മുറിക്കുന്നു. അതാരത്? ഈ വീട്ടിലെ ഡ്രൈവർ. അവനെന്താ കഴുത്തെടുത്ത? ഇത്രയും കൊലപാതകം നടക്കുമ്പോ അവൻ ഇവിടെ കയറി ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ കാറിലിരുന്നാ പോരെ? അവന്റെ സമയത്തോട്ടല്ല അവന്റെ തല പൊട്ടിക്കുന്നു. ഓക്കെ. അത് കിഴങ്ങ് വെട്ടി വില്ലൻ പോയോന്നറിയാൻ വേണ്ടി അച്ഛൻ മേശരടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എത്തി നോക്കിയപ്പോ കണ്ടു. അച്ഛന് വലിയ കാര്യമുണ്ടോ? ഒളിച്ചിരുന്നാ പോരായിരുന്നു. വലിയ കാര്യമുണ്ടോ? കണ്ട ഇത്രയും വെട്ടും കുത്തും കൊലപാതകം നടന്നപ്പോ മെയിൻ വില്ലെന്നാണ്ട് പടവലം തിന്നുന്നു. പടവലം തിന്നതല്ല, ഇത്രയും കൊലപാതകം ഇവിടെ നടക്കുമ്പോഴേ ഉവൻ ഹെഡ്സെറ്റ് വെച്ച് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ചെവി കടിച്ചു പറിച്ച് തുപ്പുന്നതാ. മ്യൂസിക്കും കേൾക്കണ്ട, ഹെഡ്സെറ്റ് ചെയ്യാനും പാടില്ല.